My dear friends, welcome to Marine Designs. ഇന്ന് ഞാനൊരു നൈറ്റി ഫ്രോക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണത്തിന് പകരം രണ്ടെണ്ണം ഒരുമിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് സ്ലീവും നെക്കിൻ്റെ പോർഷനും ഒക്കെ മാറ്റിയിട്ട് തയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാനത് കട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ട്, അതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി എന്നെ വിവരം അറിയിക്കണം. അപ്പോൾ നമുക്ക് ഒരു പീസ് എടുത്തിട്ട് ആദ്യം ഇതിൻ്റെ താഴെ ഭാഗത്ത് കുറച്ച് ഫ്രിൽസ് വരുന്നുണ്ടല്ലോ, ആ ഫ്രിൽസിന് വേണ്ടുന്ന മെറ്റീരിയൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അതിനേക്കാളും ഒരു 1.5 ഇഞ്ച് ലെങ്ത്ത് തയ്യൽ തുമ്പോടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് നമുക്ക് പീസ് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിവിടെ 3 പീസാണ് ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. ഫ്രണ്ടിന് വേണ്ടി 1.5 പീസും ബാക്കിന് വേണ്ടി 1.5 പീസും, അങ്ങനെ ടോട്ടൽ 3 പീസാണ് എടുക്കുന്നത്. ഫ്രില്ലിൻ്റെ അളവ് ഇച്ചിരി കുറഞ്ഞു പോയാലും നമുക്ക് ഫ്രോക്കിന് അത്യാവശ്യം നല്ല ലെങ്ത്ത് കിട്ടും കേട്ടോ. ഒരു 49.5 ഇഞ്ച് ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ചെറുതായിട്ട് നമുക്ക് എല്ലായിടത്തും ഒരേപോലെ വരാൻ പാകത്തിന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഞാനത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെ നമുക്ക് ഫ്രില്ല് വേണ്ടുന്ന മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുക. അതിൽ 3 പീസ് എടുത്തതിൽ ഒരെണ്ണം ഒന്ന് ഹാഫാക്കി എടുക്കുക. അപ്പോൾ 1.5 പീസ് വെച്ച് നമുക്ക് ഈക്വലായിട്ട് ഫ്രണ്ടിനും ബാക്കിനും ഡിവൈഡ് ചെയ്ത് എടുക്കാമല്ലോ. അപ്പോൾ ഞാനിവിടെ 2 പീസ് ഒരുമിച്ച് കട്ട് ചെയ്തുകൊണ്ട് 2 പീസും ഒരേപോലെ തന്നെ 3 പീസ് വീതം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫ്രിൽസിൻ്റെ പോർഷനിലെ കട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോഡി പോർഷൻ കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മോഡൽ നമുക്ക് നെക്കിന് അവിടെ ഒരു പീറ്റർ പാൻ കോളർ പോലെ ഒരു കോളർ വെച്ച് ഒരു ഡിസൈൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നെക്കിൻ്റെ പോർഷൻ നമുക്കൊന്ന് മാച്ചായിട്ട് മാറ്റി കൊടുക്കാമെന്ന്. അതുപോലെ തന്നെ സ്ലീവും മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് പീസ് ഇതുപോലെ ചുരിദാറിനും നൈറ്റിക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി വിരിച്ചിടും പോലെ നമുക്കിത് തുണി 2ആയിട്ട് മടക്കി വീണ്ടും ഒന്നുകൂടി മടക്കി 4ആയിട്ട് ഫോൾഡ് ചെയ്തിടാം. അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പാകത്തിന് ഞാൻ മടക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ സെപ്പറേറ്റ് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഒന്ന് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഷോൾഡറിൻ്റെ അളവ് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ എത്രയാണോ വേണ്ടത് അതിൻ്റെ ഹാഫ് അളവ് കൊടുക്കുക. അതുപോലെ ആം ഹോളും കൊടുക്കുന്നുണ്ട്. ഇനി ചെസ്റ്റ് അളവ് നമുക്കതിന് ആവശ്യമുള്ള തയ്യൽ തുമ്പും കൊടുക്കുക. ഞാനിവിടെ ഒരു എക്സൽ സൈസിലാണ് ചെയ്യുന്നത്. അപ്പോൾ 7 ഇഞ്ച് ഷോൾഡറും 7 ഇഞ്ച് ആം ഹോളും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ അവിടെ 11.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷേപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എക്സൽ ആകുമ്പോൾ ഒരു 15 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി കേട്ടോ. ആ ഷേപ്പിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഷേപ്പിൻ്റെ അവിടെ വണ്ണം 1 ഇഞ്ച് കുറച്ച് 10.5 ഇഞ്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ലൂസിന് വേണമെങ്കിൽ 11 കൊടുക്കാം. നമ്മളവിടെ ഒരു വള്ളി വെച്ച് കൊടുത്ത് ഷേപ്പ് ചെയ്യാൻ വേണ്ടി കെട്ടാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഷേപ്പിൻ്റെ പോയിന്റ് മാർക്ക് ചെയ്തതിൽ നിന്ന് താഴത്തെ നമ്മുടെ വിഡ്ത്തുണ്ടല്ലോ, മാക്സിമം വിഡ്ത്തിലേക്ക് ഇതുപോലെ ചെരിച്ചൊരു വര കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ്. ഒന്നുകൂടി പറയാം. ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുക, ആം ഹോൾ അടയാളപ്പെടുത്തി കൊടുക്കുക, ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യുക, പിന്നെ ഷേപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് ആ പോയിന്റിൽ നിന്ന് ഷേപ്പിൻ്റെ വണ്ണം അടയാളപ്പെടുത്തി കൊടുക്കുക. ആ പോയിന്റിൽ നിന്ന് താഴെ ഉള്ള ആ പോയിന്റിലേക്ക് നമ്മുടെ വീതി എത്രയാണോ ആ പോയിന്റിലേക്ക് ചെരിച്ചൊരു വര കൊടുക്കുക. നേരെ സ്ട്രെയിറ്റ് ചെരിക്കണം കേട്ടോ. അതിനുശേഷം താഴെ ഭാഗം ഇതുപോലെ ഒരു 2-2.5 ഇഞ്ചോളം മുകളിലേക്ക് കർവ് ചെയ്ത് സൈഡ് ഭാഗം കർവ് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് സൈഡ് ഭാഗം തൂങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് മാർക്ക് ചെയ്തെടുത്ത പോർഷനിൽ കൂടി പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്ത് ഫ്രണ്ടും ബാക്കും നമുക്ക് തിരിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു വി നെക്ക് കൊടുത്തിട്ട് നെക്കിന് പുറത്തേക്ക് നമ്മൾ പീറ്റർ പാൻ കോളർ വരില്ലേ, അതുപോലെ ഒരു കോളർ പോലെ ഒരു പീസ് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതുപോലെ മിക്സ് ആൻഡ് മാച്ച് തുണി ആയതുകൊണ്ട് നമുക്ക് നെക്കുകൾ തമ്മിൽ മാച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് 2 പീസ് മാറ്റി വെക്കണം. 2 പീസിൻ്റെയും ഓരോ പീസുകൾ മാറ്റി വെക്കണം. ഫ്രണ്ടും ബാക്കും നമ്മൾ സെപ്പറേറ്റ് എടുക്കുകയാണ്. അപ്പോൾ 2ൽ നിന്ന് ഓരോ പീസ് വീതം എടുത്തിട്ട് ഫ്രണ്ട് നെക്ക് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു 3 ഇഞ്ചാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിൽ നിന്നൊരു 1/4 ഇഞ്ച് കുറച്ച് 2.25 ഇഞ്ച് അകലെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴുത്തിന് ഞാനിവിടെ തയ്യൽ തുമ്പ് 1/4 ഇഞ്ചാണ് എടുക്കുന്നുള്ളൂ. പൈപ്പിംഗ് ഇട്ട് ഒരു ക്രോസ് പൈപ്പിംഗ് ഇട്ട് കൊടുത്താണ് കഴുത്ത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു 1/4 ഇഞ്ച് മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചതിന് ശേഷം
ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി വൃത്തിയായിട്ട് വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നതിലും വൃത്തിയായിട്ടിരിക്കും ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി കൊടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതുപോലെ റൗണ്ടാക്കിയിട്ട് വീനൊക്കെ ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് അതിനാ വെട്ടിയെടുത്ത പീസ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റി വെക്കാം. നമുക്ക് നെക്കിന് വേണ്ടിയിട്ട് ആ ഷേപ്പ് വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി ഫ്രണ്ടിൻ്റെ ആം ഹോൾ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ കുഴിച്ച് വെട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലെ ആം ഹോളിൽ ഉണ്ടാകുന്ന ചുളിവുകൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് നമ്മൾ ബാക്കിന് വേണ്ടിയിട്ടുള്ള പീസുകൾ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടിൽ നിന്നും ഓരോ പീസ് മാറ്റിയിട്ടത് ഒരുമിച്ച് വെച്ചെടുക്കുക ഇതുപോലെ. അതിന് ശേഷം നമുക്ക് ബാക്ക് നെക്കിനും മെഷർമെൻറ്റ് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിന് 2.25 എടുത്ത പോലെ തന്നെ ബാക്കിനും 2.25 എടുക്കാം. ബാക്കിലും ഞാനിവിടെ ക്രോസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്യാൻവാസിൽ നിങ്ങൾക്ക് വേണ്ടുന്ന മെഷർമെൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു 3 ഇഞ്ചൊക്കെ നെക്ക് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ നെക്ക് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. 2.25 ഇഞ്ച് അകലവും 3 ഇഞ്ച് ഇറക്കവും ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയ പീസ് ഉണ്ടല്ലോ, ആ പീസിൽ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പഫ് സ്ലീവാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇവിടെ മെഷർമെൻ്റ് ഒന്നും ഞാൻ കൊടുക്കാതെ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് ലെങ്ത്ത്. കാരണം നമുക്കത് പഫായിട്ട് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു 7 ഇഞ്ച് എടുത്തതിന് പകരം നോർമൽ സ്ലീവ് ആണെങ്കിൽ 9 ഇഞ്ചൊക്കെ മതി. അപ്പോൾ ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ചൊക്കെ നമുക്കിതുപോലെ വിട്ട് കൂട്ടിയെടുക്കാം കേട്ടോ. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് നമുക്ക് ചെരിച്ച് ഏറ്റവും മാക്സിമം എത്രയാണോ ലെങ്ത്ത് കിട്ടണത് ആ പോയിന്റിലേക്ക് നമുക്ക് വളച്ച് എടുക്കാം കേട്ടോ. ഇനി ലെങ്ത്ത് കുറവ് വേണ്ടവർക്ക് ലെങ്ത്ത് കുറച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കുഴിച്ച് വെട്ടി ഷേപ്പ് ചെയ്തെടുക്കുന്ന ആ പോർഷൻ ഒന്നുകൂടി കുഴിച്ചെടുത്താൽ മതി. അപ്പം നമുക്ക് പഫ് നന്നായിട്ട് കിട്ടുകയും ചെയ്യും, കൈയുടെ ലെങ്ത്ത് കുറയുകയും ചെയ്യും കേട്ടോ. നമ്മൾ കൈയുടെ വണ്ണം എടുത്തതിനേക്കാൾ 1-2 ഇഞ്ച് കുറച്ച് കൈയുടെ അടിവണ്ണം അടയാളപ്പെടുത്തി കൊടുക്കുക. നമ്മൾ താഴെ ഭാഗത്തും ഒരു ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ മെറ്റീരിയൽസിൽ യാതൊരുവിധ പീസുകളും വേസ്റ്റായിട്ട് പോകുന്നില്ല. എല്ലാ പീസുകളും നമ്മൾ യൂട്ടിലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 2 പീസ് വീതം നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ആ പീസുകളിൽ നിന്നാണ് നമ്മൾ നെക്കിന് വേണ്ടുന്ന ഷേപ്പ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ 2 പീസിൽ നിന്നും ഓരോന്ന് ഞാനിപ്പോൾ 2 ഒരുമിച്ചിട്ട് കട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. നിങ്ങൾക്കാകുമ്പം 2 പീസ് എടുത്താൽ മതി. ഞാനിവിടെ 2ൽ നിന്നും 2 വീതം 4 ടോട്ടൽ എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ടിനേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ച പീസ് ഉണ്ടല്ലോ, അതെടുത്ത് നമുക്ക് ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുത്ത് അതിൻ്റെ പുറത്തേക്കും ഒരു 2 ഇഞ്ച് വീതം അടയാളപ്പെടുത്തി ആദ്യം കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്തൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്ത് പീസ് വെച്ച് കൊടുത്ത് നെക്കിൻ്റെ അളവ് മാർക്ക് ചെയ്തെടുക്കുക. ഇനി ആ ഓരോ പോയിന്റിൽ നിന്നും 2 ഇഞ്ച് വീതം അല്ല 2.5 ഇഞ്ച് വീതം നമുക്ക് അവിടെ എത്ര വിട്ട് കിട്ടുന്നുണ്ടോ അത് 2 കൂടുതൽ പോകണ്ട കേട്ടോ. അങ്ങനെ മൊത്തം ചുറ്റിനും 1-2 വെച്ച് മാർക്ക് ചെയ്ത് എടുക്കുക. നമുക്ക് താഴെ ഭാഗത്ത് വരുമ്പം സെൻറ്റർ പോർഷനിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് അല്ലെ 1/2 ഇഞ്ച് മാറ്റി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ മാറ്റിയിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പം ഈ സെൻറ്റർ പോർഷനിൽ കുറച്ച് വീതി കൂടുതലായിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴത്തേക്ക് നമ്മൾ 2 അല്ലെങ്കിൽ 2.5 മാർക്ക് ചെയ്തെങ്കിൽ അതിൽ നിന്ന് 1/2 ഇഞ്ച് കൂട്ടി 2.5 ആണെങ്കിൽ 3 ഇഞ്ച് അങ്ങനെ കൂട്ടി മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ പകുതി ഭാഗത്തു നിന്ന് 3 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചെടുക്കുക. നമ്മൾ 2 ഇഞ്ചാണ് എടുത്തെങ്കിൽ 2.5 അടയാളപ്പെടുത്തുക, 2.5 ആണ് എടുത്തെങ്കിൽ 3 എടുക്കുക. അപ്പോൾ ആ സെൻറ്റർ പോർഷൻ ഒന്ന് കുറച്ച് വീതി കൂട്ടി കിട്ടാൻ പാകത്തിന്. അതിനുശേഷം പോയിന്റുകൾ നമ്മൾ ജോയിൻ ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സെൻറ്റർ പോർഷനും സൈഡിലേക്ക് ഇപ്പോൾ ഈ കട്ട് ചെയ്യുന്ന പോർഷൻ കണ്ടല്ലോ, സൈഡിലേക്ക് ഒരു 3/4 ഇഞ്ചോളം ചെരിച്ചെടുക്കുക. അവിടെ വീതി കുറച്ച് കൂട്ടിയെടുക്കുക, 1/2 ഇഞ്ച് സൈഡിലേക്കാളും കൂട്ടിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നില്ല, ഇങ്ങനെ ഒരുമിച്ച് വെക്കുമ്പോൾ ഇതേ ഒരു ഷേപ്പിൽ നമുക്ക് നെക്കിന് പുറത്തേക്കൊരു പീസ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഇതുപോലെ തന്നെ 2 പീസുകളോടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് വന്ന ഭാഗത്തു നിന്ന് എങ്ങനെയെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ച് കൊടുത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മാച്ചിങ് ആയിട്ടുള്ള കളറ് വെച്ച് നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് പുറത്തേക്ക് കാണില്ല, ഉള്ളിലേക്ക് പോകുള്ളൂ. അപ്പോൾ നമുക്കൊരു ലൈനിങ് ആയിട്ട് പീസുകൾ തയ്ച്ച് മറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 2 പീസിൻ്റെ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന പീസിൽ നിന്ന് നമുക്ക് ക്രോസ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെരിഞ്ഞ പീസ് വരുന്ന ഭാഗത്തു നിന്ന് നമുക്ക് ക്രോസ് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് നെക്കിനും ബാക്ക് നെക്കിനും ക്രോസ് വേണം. അപ്പോൾ അതും നമുക്കിതുപോലെ ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നെക്കിന് എടുത്തതിൻ്റെ ബാക്കി പീസുകളുണ്ടല്ലോ, 2 വീതം ഉണ്ടല്ലോ, അത് 2 എടുത്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ഷേപ്പിന് അവിടെ ബാക്കിലേക്ക് കെട്ടുന്നതിന് വേണ്ടിയിട്ട്
വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ആ വള്ളി കെട്ടുന്ന ഭാഗത്ത് വീതി കുറച്ചും അറ്റത്തേക്ക് വരുമ്പോൾ ഇതുപോലെ വീതി കൂട്ടിയും കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്ക് വേസ്റ്റായിട്ട് യാതൊരുവിധ മെറ്റീരിയലും പോയിട്ടില്ല. ഫുൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ വേസ്റ്റായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് പീസുകളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നല്ല പീസുകളൊന്ന് ചോക്കിന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ പീസുകളായിട്ടും എടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ പീസ് എടുത്തിട്ട് അതിൻ്റെ ലൈനിങ്ങും വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിൽ താഴേക്ക് വരുന്ന ഈ പോർഷനും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, നമ്മൾ നെക്കിലേക്ക് വെക്കുന്ന സൈഡല്ല, അതിന് ഓപ്പോസിറ്റ് സൈഡും ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. ഒത്തിരി തയ്യൽ തുമ്പ് കൊടുക്കണ്ട, 1/4 ഇഞ്ച് വീതം കൊടുത്തേച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ആ കർവ് വരുന്ന പോർഷനൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ചെറിയ തോതിലൊന്ന് കട്ടിട്ട് കൊടുക്കുക. ആ കോൺ വരുന്ന ഭാഗത്തും കട്ടിട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചെടുക്കാം. മറിച്ചെടുത്ത് കഴിയുമ്പം ആ പോയിൻ്റായിട്ട് വരുന്ന കോൺ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്ക് പോയിൻ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ച് കത്രികയുടെ എഡ്ജോ സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു മുട്ടുസൂചി ആയാലും എടുത്ത് വെച്ചിട്ട് ആ പോയിൻറ്റുകളൊന്ന് പുറത്തേക്ക് നമുക്ക് എടുക്കാം. അതിനുശേഷം ആ തയ്ച്ച ഭാഗം ഒന്ന് ഇതുപോലെ പതിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ 2 പീസും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്കിനി നെക്കിലേക്ക് ഇതൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് എടുത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്ക് തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ സെൻറ്റർ പോർഷനിൽ നമ്മൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് പോയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു അകലിച്ച സെൻറ്ററിലുണ്ടാവും. ആ ഒരു തയ്യൽ തുമ്പ് കണക്കൂട്ടി വേണം നമ്മളിവിടെ സെൻറ്ററിൽ വെക്കാൻ. ചേർത്ത് വെക്കാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ എത്തലുണ്ടാവില്ല. അപ്പോൾ ചെറിയൊരു അകൽച്ച അവിടെ ഉണ്ടാവും. അത് നോക്കി നമുക്കിവിടെ തയ്യൽ തുമ്പ് എത്രയാണോ വേണ്ട അത് തന്നെ, അതായത് 1/4 ഇഞ്ച് അത് തന്നെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. തയ്യൽ തുമ്പ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രോസ് പൈപ്പിംഗ് ആണല്ലോ, അതിട്ട് കഴിയുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ചെറുതായിട്ട് നമുക്ക് തയ്യൽ തുമ്പ് എടുത്താൽ മതിയാകും. അപ്പോൾ ക്രോസ് പീസുകൾ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ട് അതിൻ്റെ സൈഡ് ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ പറഞ്ഞ അതേ തയ്യൽ തുമ്പ് തന്നെ, ചെറിയ തയ്യൽ തുമ്പ് മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്രോസ് പീസ് വെക്കുമ്പോഴും പൈപ്പിംഗ് ഇടാനൊക്കെ നെക്കടിക്കുമ്പോൾ തയ്യൽ തുമ്പ് ഏറ്റവും കുറഞ്ഞ അളവിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ തയ്യൽ തുമ്പ് കൂടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ മറിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉൾഭാഗത്തു നിന്ന് വേസ്റ്റ് തുമ്പുണ്ടല്ലോ അത് വെട്ടിക്കളയാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആ ചെറിയ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് തന്നെ ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത കോൺ വരുന്ന ഭാഗമൊക്കെ വെട്ടിക്കൊടുക്കുക. ഇനി ഇതുപോലെ തയ്യൽ തുമ്പ് ഈ ക്രോസിന് ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പീസിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരേ അളവിൽ ഫോൾഡ് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അവിടെ ഒരു പൈപ്പിംഗ് പോലെ നല്ല ഭംഗി തന്നെ നെക്ക് കിട്ടും. അപ്പോൾ നമുക്കിവിടെ നല്ല പീസ് ഉണ്ടല്ലോ നെക്കിൻ്റെ, നമ്മൾ അടിച്ചു കൊടുത്തപ്പോൾ ഇതിനകത്ത് ഒരു വെള്ള പീസാണല്ലോ, വെള്ള ഡിസൈൻ വരുന്ന പീസാണല്ലോ, ആ പീസിലേക്ക് സ്റ്റിച്ച് വരാൻ പാകത്തിന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വളരെ പെർഫെക്റ്റായിട്ട് തന്നെ പൈപ്പിംഗ് ഇട്ട് കൊടുക്കുക. നമുക്ക് ത്രെഡ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ത്രെഡ് ഇട്ട് കൊടുക്കുക, അല്ലാതെ നമ്മുടെ തയ്യൽ തുമ്പ് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാകും. അപ്പോൾ നമുക്ക് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്തെടുക്കുക. ഇനി നമ്മുടെ കോൺ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ വരുമ്പോഴേ ഒന്ന് ജസ്റ്റ് കുത്തി നിർത്തിയെടുക്കുക കേട്ടോ. ജസ്റ്റ് കുത്തി നിർത്തിയതിന് ശേഷം മുകളിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടുണ്ടോ, ഒരേ അകലത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ വീതി കുറഞ്ഞ ക്രോസ് പീസാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് അധികമായിട്ട് ഉൾഭാഗത്ത് വേസ്റ്റായിട്ട് തുണി കിടക്കത്തില്ല. കറക്റ്റ് നമ്മൾ ഈ ഫോൾഡ് ചെയ്യുന്ന അളവിൽ തന്നെയായിരിക്കും ഉള്ളിലും തുണി ഇരിക്കുക. അപ്പോൾ ഉള്ളിലേക്ക് ഒരുപാട് തയ്യൽ തുമ്പ് പോകാതിരിക്കുക വിധം ക്രോസ് പീസിൻ്റെ വീതി കുറച്ചെടുക്കുക കേട്ടോ. നമുക്ക് മടക്കി കൊടുക്കാനുള്ള ജസ്റ്റ് വീതി മാത്രം മതി. അപ്പോൾ ഭംഗിയായിട്ട് നമ്മൾ ഫ്രണ്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്രോസ് പീസ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ബാക്ക് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പീസുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൽ നെക്കിന് സ്റ്റിച്ച് ചെയ്ത് അതേ കഴുത്തകലം നമ്മൾ എടുക്കുക. കഴുത്തിന് തയ്യൽ തുമ്പ് എടുക്കുക. കഴുത്തകലം നമ്മൾ സെയിം തന്നെയാണല്ലോ കൊടുത്തത്. അപ്പോൾ ഷോൾഡറിൻ്റെ അളവിൽ മാറ്റം വരാതെ 1/4 ഇഞ്ച് തന്നെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കുക. ഇനി നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്യൂലേ, അപ്പോൾ തയ്യൽ തുമ്പ് ഉൾഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ചെറിയ പീസിലേക്ക് തയ്യൽ വരാൻ പാകത്തിന് നെക്കിൻ്റെ പോർഷൻ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ തയ്യൽ തുമ്പ് ഒഴിവാക്കിയിട്ട് ഒപ്പം വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക.
നെക്കിൻ്റെ പോർഷൻ വരുമ്പോഴത്തേക്കും നമ്മുടെ ക്രോസ് പീസ് എടുത്തു കൊടുത്ത് ഒന്ന് കവർ ചെയ്ത് പൊതിഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ പൊതിഞ്ഞ് നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കതൊന്ന് നെക്കിലേക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഉൾഭാഗത്തേക്ക് വെച്ച് കൊടുത്ത് മടക്കി സ്റ്റിച്ചാക്കി കൊടുക്കുക. എത്ര വീതി കുറയുന്നോ പൈപ്പിംഗ് ക്രോസിന് അത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് നെക്ക് കിട്ടും കേട്ടോ. നെക്ക് ഡീപ്പ് നെക്കൊക്കെ ചെയ്യുമ്പം ക്രോസിൻ്റെ പൈപ്പിങ്ങിൻ്റെ വീതി ഏറ്റവും കുറച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്കുകൾ രണ്ടും നമ്മൾ പെർഫെക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി അതിൻ്റെ ഉൾഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു ഇലാസ്റ്റിക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ഇഞ്ച് അല്ലെ 1.5 ഇഞ്ച് നമുക്ക് താഴെ ഭാഗത്തു നിന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അറിയാത്തവർ അങ്ങേയറ്റം വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇലാസ്റ്റിക് നമുക്ക് വേണ്ടുന്ന അത്ര ലൂസിന് കണക്ക് കൂട്ടി വലിച്ചു കൊടുക്കുക. നമുക്ക് അത് ഒരു എഡ്ജിൽ കൂടെ തന്നെ തയ്ക്കുക. അപ്പോൾ നമുക്ക് 2 സ്റ്റിച്ച് ഒരുമിച്ച് പ്രസ് വീതിക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ് ഇലാസ്റ്റിക്കിൻ്റെ ഇട്ടതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല പ്ലീറ്റായിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് 2 സ്ലീവിലും അതുപോലെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുക. സാധാരണ നമ്മൾ സെൻറ്റർ പോർഷനിൽ നിന്നല്ലേ സ്ലീവ് പിടിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് പകരം നമുക്ക് സൈഡിൽ നിന്ന് തന്നെ പിടിപ്പിച്ച് തുടങ്ങാം. നമ്മൾ സെൻറ്റർ പോർഷൻ എത്തുമ്പോൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് എത്ര പ്ലീറ്റ് വരുമെന്ന് നമ്മൾ നോക്കിയിട്ട് ഓരോ പ്ലീറ്റും ഇട്ട് കൊടുക്കുക. സെൻറ്റർ ഭാഗം എത്തുമ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ സെൻറ്ററിലെ സ്റ്റിച്ചും ഒപ്പം വരാൻ പാകത്തിന് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ വശമില്ലാത്തവരുണ്ടെങ്കിൽ ആദ്യമേ പ്ലീറ്റ് ഇട്ട് കൊടുത്ത് കൈക്കുഴിയുടെ അളവ് നോക്കി പ്ലീറ്റ് ഇട്ട് സെൻറ്റർ പോർഷനിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിങ്ങനെ ശീലിച്ച് പോയതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് സ്ഥിരം ചെയ്യാറ്. സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ തന്നെ പ്ലീറ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ അത് വശമില്ലാത്തവർ ആദ്യമേ ആം ഹോളിൻ്റെ അളവ് നോക്കിയിട്ട് സെൻറ്റർ പോർഷനിൽ കുറച്ച് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അളവ് വെച്ച് ഒത്തു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവ് രണ്ടും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് എടുക്കണം. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ വള്ളി പിടിപ്പിച്ച് കൊടുക്കണമല്ലോ ബാക്കിലേക്ക് കെട്ടാനുള്ള. അപ്പോൾ വള്ളി രണ്ടും സൈഡ് തമ്മിൽ ജോയിൻ ചെയ്തെടുത്തിട്ട് സൈഡ് ഭാഗം ഉണ്ടല്ലോ, സെൻറ്റർ വരുന്ന ഭാഗം ഒന്നുകൂടെ ക്രോസ് ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കൊടുത്ത് മറിച്ചെടുക്കുക കേട്ടോ. മറിച്ചെടുത്ത് കോണായിട്ട് വരുന്ന ഭാഗമൊക്കെ വൃത്തിയാക്കി എടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ടോപ്പിൻ്റെ ബാക്ക് സൈഡിലെ പീസിലേക്ക് വെച്ച് കൊടുക്കുക. അവിടെ വെച്ച് നമ്മൾ ആ ഷേപ്പിൻ്റെ പോയിൻ്റ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ പോയിന്റിൽ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. 2 സൈഡിലേക്കും വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വീഡിയോ ലാഗായി പോകുന്നുണ്ടായിരിക്കും അല്ലേ, പക്ഷേ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് പറഞ്ഞു തരണമെങ്കിൽ ഇത്ര തന്നെ ലാഗായിട്ട് പോകും കേട്ടോ. അപ്പോൾ വീഡിയോ നീണ്ടുപോയതിൽ ആരും ഒന്നും വിചാരിക്കരുത്. ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ ഇത്രയും നീളത്തിൽ തന്നെ വീഡിയോ വരും, അതാണ്. അപ്പോൾ സൈഡ് രണ്ടും നമ്മൾ ജോയിൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ട് താഴെ ഒരു 2-3 ഇഞ്ച് ഫ്രീ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാതെ ഇട്ടേക്കുക. നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ഫ്രില്ല് പിടിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒപ്പം വെച്ച് കൊടുത്ത് ലെവലൊക്കെ ഒന്ന് നോക്കുക. 2 പീസ് എല്ലാ പീസും ഒപ്പമാണോ വന്നേക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഒപ്പമാക്കി വെച്ച് കൊടുത്ത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞല്ലോ 1.5 പീസ് വീതമാണ് കൊടുക്കുന്നതെന്ന്. അപ്പോൾ 1.5 പീസ് വീതം നമ്മളിതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഫുൾ പീസും ഒരു അര പീസും എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുക്കുക. അതുപോലെ നമുക്ക് പ്ലീറ്റ് ഇടാനുള്ള ബോഡി പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരേ അകലത്തിൽ 1 ഇഞ്ച് അകലത്തിലാണെങ്കിൽ 1 ഇഞ്ച് അകലത്തിൽ ഒരേ അകലത്തിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. എന്നാലാണ് നമുക്ക് പ്ലീറ്റ് എല്ലായിടത്തും ഒരേപോലെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് സെൻറ്ററിൻ്റെ വെട്ട് രണ്ടും ഒത്തു വരാൻ പാകത്തിന് ഒരു ഹാഫിൽ ഇട്ട് കൊടുക്കുക. അതേ രീതിയിൽ തന്നെ അടുത്ത ഹാഫിലും ഇട്ട് കൊടുക്കുക. ഒരുപാട് പ്ലീറ്റ് ഇടാനില്ല എന്നാൽ നമുക്ക് ഒരേ അളവിൽ തന്നെ അല്ലെ 1 ഇഞ്ച് അകലത്തിൽ തന്നെ ഒരുപാട് ഉള്ളിലേക്ക് തള്ളി വെക്കാണ്ട് ജസ്റ്റ് ഒന്ന് കൊടുത്ത് നമുക്ക് പ്ലീറ്റ് ഇട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ടും പ്ലീറ്റ് ഇട്ടെടുക്കുക. അത്യാവശ്യം പ്ലീറ്റ് കിട്ടിയിട്ടുണ്ട്, വൃത്തികേടില്ലാത്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം 2 സൈഡ് ഫ്രണ്ടും ബാക്കും പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം സൈഡ് ഫുള്ളായിട്ട് ജോയിൻ ചെയ്തെടുക്കുക. നമുക്കതിന് ശേഷം താഴ്ഭാഗം മടക്കിയടിച്ച് ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പ്ലീറ്റ്സിൻ്റെ അളവ് ഒരിച്ചിരി കുറച്ചതുകൊണ്ട് നമുക്ക് നല്ല ലെങ്ത്ത് കിട്ടും കേട്ടോ. ഡ്രസ്സിന് 49.5 ഇഞ്ച് നമുക്കിവിടെ ലെങ്ത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ലെങ്ത്ത് കിട്ടും. നമ്മൾ ഒരു പ്ലീറ്റ്സോടെ എടുക്കാൻ നന്നായിട്ട് ഫ്രില്ല് ഇടുമ്പോഴത്തേക്കും നമുക്ക് ലെങ്ത്ത് കുറഞ്ഞു പോകും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ പൈപ്പിംഗ് ഒക്കെ ഇട്ട് കൊടുത്ത് കോളർ പോർഷൻ ഒക്കെ നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ സ്ലീവ് നെക്കിൻ്റെ പോർഷനും മാറ്റായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുപോലെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
കമൻറ്റ് ചെയ്യണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു. അപ്പോൾ പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.